ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരിക്കും. ചില ആൾക്കാരെ സംബന്ധിച്ച് സ്റ്റക്ക് സിറ്റുവേഷനിലായിരിക്കണം, റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഈ സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കാര്യങ്ങളുമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അതിനോട് ഞാൻ ഇവിടെ പൈലോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം കൂടുതലും ഈ ഒരു വീഡിയോട്ട് കോൺസെൻട്രേഷൻ ചെയ്തിരുന്നാൽ മാത്രം മതിയാവും. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. അപ്പം നമുക്ക് റീഡിങ് നോക്കാം. എന്താണ് ഈ സമയം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അറിയേണ്ടത്? ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം റെക്കഗ്നൈസേഷൻ, റിവാർഡ് തന്നെയാണ് വരുന്നത്. ഒരു അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ സ്പിരിച്വൽ ലൈഫിലൂടെ കടന്നു പോകുന്ന കുറേ അധികം ആൾക്കാരായിരിക്കും. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫ് ഒരു എന്തെന്നില്ലാത്ത ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരിക്കണം കടന്നു പോകേണ്ടത്. എന്ത് ചെയ്യണം, എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ ഒരു കൂട്ടിലിട്ട തത്തയെ പോലെ കിടക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളെ റിലീഫ് ചെയ്ത് വിടുകയാണ്. മേ ബി ഒരു റിലേഷൻ ബേസ് വെച്ചുള്ള സിറ്റുവേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ കരിയർ ബേസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ട് കിടക്കുകയാണ്. മേ ബി ജോലി സംബന്ധമായിരിക്കണം, ബിസിനസ് സംബന്ധമായിരിക്കണം, കരിയർ റിലേറ്റഡ് ആയിരിക്കണം. പക്ഷേ ആ ഒരു ചട്ടക്കൂടിയിൽ നിങ്ങൾ പൊളിച്ചിറങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ പഴയ ശീലങ്ങളും നിങ്ങളുടെ പഴയ നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആ സാധനം നിങ്ങൾക്കിനി എത്ര കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് ഒന്നും ആവത്തില്ല. മേ ബി ഇതൊരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു വന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുകയാണ്. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കൂടിൽ നിന്നും നിങ്ങൾ മാറിപ്പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ലൈഫിൽ തുറന്നു വരും. ഈ ഒരു സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരും, ഒരുപാട് റിവാർഡ്. നിങ്ങൾക്കൊരു നിങ്ങളൊരു സക്സസ്സിലായി എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് ഉണ്ടാവും. നിങ്ങൾക്കൊരു റിലീഫ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ എന്തോ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ നേടി, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, ഞാൻ എന്തൊക്കെയൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാവേണ്ട ഒരു സമയമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരും. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നതിലുപരി സ്പിരിച്വൽ അവേക്കനിങ് പരമായിട്ടും കുറേയധികം കഴിവുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള കഴിവുകൾ ഈ കഴിഞ്ഞ ടൈമിലൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസും ഒരുപാട് ലോൺലെസ്സും ഫീൽ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെന്തോ ക്ലിയർ ചെയ്ത് എടുക്കുകയാണ്. മേ ബി നിങ്ങളുടെ എക്സാം ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചൊരു പൊസിഷനിൽ നിങ്ങൾ എത്താൻ പോവുകയായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു പ്രണയം നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെ ഒരു ഫുൾഫില്ലമെൻറ്റ് വിഷസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ, മേ ബി പുതിയൊരു ആൾ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കണം. എന്തൊക്കെ ഒരു എന്താ പറയുക, ഒരു മനസ്സ് നിറഞ്ഞുള്ള ഒരു ഫുൾഫിൽ വിഷ് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയോ നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയം വരുന്നുണ്ട്. മേ ബി നിങ്ങൾ പോലും വിചാരിച്ച് കാണത്തില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലാണ് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട്, ഒരു റിവാർഡായിട്ട് ഡിവൈൻ നിങ്ങൾക്ക് എന്തോ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവച്ചിരിക്കുന്നു, ഒരു സർപ്രൈസ് ആയിട്ട്. അത് നിങ്ങൾ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചിന്തിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ്. നിങ്ങളത് എത്ര ചിന്തിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് അവിടെ നിന്ന്
എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് ഒരു ഇൻസിഡൻറ്റിൽ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു സാധനമാണ്. മേ ബി ഒരു സ്പിരിച്വൽ ലൈഫിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ഒരു ന്യൂ ജേണി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കണം. ഇതെന്ന് വരെയുള്ള നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് എല്ലാം മാറിയതിന് ശേഷം നിങ്ങൾക്ക് പുതുതായിട്ടൊരു ചിന്താഗതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് മാറാൻ പറ്റുന്നു എന്നുള്ളൊരു, നിങ്ങൾക്ക് നിങ്ങളോട് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നു. അവിടെ നിങ്ങൾ ഡിവൈൻ്റെ അടുത്ത് നിങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. എന്തൊക്കെയോ നിങ്ങളുടെ കണക്ഷൻസ്, അതായത് പണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന എന്തൊക്കെയോ കഴിവുകൾക്ക് നിങ്ങൾക്ക് അവേക്കനിങ് ആക്കി അല്ലെങ്കിൽ ഉണർത്തിയെടുക്കാൻ പറ്റുന്നു. നിങ്ങൾ ഈ സമയം ഡിവൈൻ്റെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. ഈ സമയത്ത് എന്തൊക്കെയോ റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ തേടി വരും. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ശരീരം, അതേപോലെ തന്നെ ബോഡി, സ്പിരിറ്റ്, മൈൻഡ്, ഇതൊക്കെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു എന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു സക്സസ് സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അത് എന്ത് തന്നെ ആയാലും ആ ഒരു സക്സസിൻ്റെ സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു മൂവ് ഓൺ ടൈം ആയി, അതായത് നിങ്ങളുടെ ഒരു ടൈമിൻ്റെ എൻഡ് സിറ്റുവേഷൻ ആയി, ആ ഒരു സമയം കഴിഞ്ഞു. ഇനി നിങ്ങൾ പുതിയൊരു സമയത്തിലോട്ട് കയറി എന്താ പറയുക, സക്സസിൻ്റെ പീക്ക് കണ്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഉണ്ടാവുന്നത് ആർജവത്തിൻ്റെ ഊർജ്ജമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അത് എന്ത് തന്നെയായാലും നിങ്ങളുടെ ലൈഫിലോട്ട് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് പുതിയ കരിയർ, അതായത് റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് കല്യാണം, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കണം. ചില ആൾക്കാരെ സംബന്ധിച്ച് പുതിയ ബിസിനസ്, അതിലോട്ടുള്ള സംഭവങ്ങളായിരിക്കണം. ചില ആൾക്കാരെ സംബന്ധിച്ച് വിദേശത്തോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നതായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമായി ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി കടന്നു വരും. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവരെ സംബന്ധിച്ചും ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു വ്യക്തി കടന്നു വരും. കാരണം ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം മാറ്റുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, സ്പിരിച്വൽ ജേർണിയിൽ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് റിവാർഡുകൾ, ഒരുപാട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ സമയത്ത് നിങ്ങളുടെ സ്വന്തം കഴിവുകൾ, നിങ്ങളുടെ സ്വന്തം വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായി മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ. ഇപ്പം 70 ഏജായൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന സോൾ ഒരു 18 വയസ്സുകാരനെ പോലെ ഉജ്ജ്വലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിന് പറ്റും. അതിന് നിങ്ങൾക്കും പറ്റും. അത് കൂടുതലും നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ യുദ്ധം ജയിക്കണം. യുദ്ധം ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് ഉണ്ടാവത്തുള്ളൂ. എന്താ പറയുക, കോമ്പറ്റീഷൻ ഇഷ്ടംപോലെ ഉണ്ടാവും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവും. ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തരണം ചെയ്ത് വരണം. പക്ഷേ നിങ്ങൾ അവിടെ സക്സസിൻ്റെ പീക്ക് പോയിന്റിൽ എത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചട്ടക്കൂടിൽ നിൽക്കാണ്ടിരിക്കുക. എന്ത് ചട്ടക്കൂടിലല്ല, അല്ലെങ്കിൽ എന്ത് ലൂപ്പിലായി കഴിഞ്ഞാൽ പോലും നിങ്ങളവിടെ നിൽക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നിങ്ങളുടെ കരിയറാണോ, നിങ്ങളുടെ ഫാമിലിയാണോ, നിങ്ങളുടെ റിലേഷനാണോ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ കടന്നു പോകുന്നത് സക്സസിൻ്റെ പീക്ക് പോയിന്റിലാണ്. കാരണം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്തോ ഒരു വാല്യൂ പരമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഹാപ്പിനെസ് ആക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ. കുറേ പേർക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന കുറേ അധികം ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഫെയിലിയറായിട്ട് നിൽക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ സക്സസ് ആവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സക്സസ് ആയി എന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കോളൂ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് എന്ത് തന്നെ ആയാലും. അപ്പം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ആ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. യെസ്, നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഒരുപാട് ആങ്സൈറ്റി, ഒരുപാട് ഡിപ്രഷൻ, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ എന്തുകൊണ്ടാണ് കുറേ അധികം ആൾക്കാർ നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കാത്തത്? നിങ്ങളുടെ ഫേസിന്, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ഹ്യൂമൻ ബോഡിക്ക്
നിങ്ങളെ കൂടെ വന്ന് നിൽക്കുന്ന ഒരുപാട് പേര് നിങ്ങൾ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. സത്യമാണ്. നിങ്ങളെ ഒരുപാട് പേര് നിങ്ങളുടെ മറ്റുള്ളവരുടെ എനർജിയുടെ ലൂപ്പിൽ ചെന്ന് കയറാൻ പോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലൂപ്പിൽ നിന്നാൽ പോരെ. ഇവൻ നിങ്ങളുടെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവും അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസും കൊണ്ടായിരിക്കണം ചില അധികം ആൾക്കാർ വരുന്നത്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ലൂപ്പിൽ ചെന്ന് കയറണം? മറ്റുള്ളവരുടെ ഇമോഷൻസ് ചെന്ന് പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്രിൻസസ്സിനെ ഉള്ളിൽ കിടത്തിയിട്ട് അതിനെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക, സ്വന്തം സോളിനെ ഇത്രത്തോളം എന്തിനിങ്ങനെ ക്രൂവൽറ്റി കാണിച്ച് ഉപദ്രവിക്കുന്നു എന്ന് അതിന് ചോദിക്കാൻ കഴിവുണ്ടെന്ന് അത് ഇന്നർ വോയിസിൽ അത് ചോദിക്കുന്നുണ്ട്. അത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് ഇഷ്യൂസും തന്നിട്ട് പോലും പിന്നെയും മനസ്സിലാക്കാൻ പറ്റാതെ ഇഷ്യൂസിൽ തന്നെ പോയി ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു എനർജി തന്നെ പിന്നെയും അട്രാക്റ്റഡ് ആക്കുന്നു എന്നത് ഭയങ്കരമായും ഒരു ദയനീയ അവസ്ഥയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഒരു മൈൻഡ് ഫുൾഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു വ്യക്തമായിട്ടുള്ള പ്യുവറായിട്ട് നടക്കുന്ന കുറേയധികം ആൾക്കാരാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളെ എന്ത് സിറ്റുവേഷനാണ് ഇങ്ങനെ കൊണ്ട് നിർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത ചില കാർമിക് സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത ചില സിറ്റുവേഷൻസ് ആയിരിക്കാം. ബട്ട് എന്തുകൊണ്ട് ആ ഒരു എനർജി ലൂപ്പിൽ നിങ്ങൾ നിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങളവിടെ നിൽക്കുന്നു? നിങ്ങൾക്ക് പോസിറ്റീവ് ആവണം എന്ന ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മാക്സിമം പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി ആ ഒരു എനർജിയിലോട്ട് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയെ ആലോചിച്ച് ആഗ്രഹിച്ച് പെയിൻഫുൾ ആകുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ എനർജി ആ വ്യക്തിയിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് വിഷമങ്ങളും ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ചില ആൾക്കാരുണ്ട്. ബട്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ സമയമാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾഫിൽ വിഷസ് ഉണ്ടാവേണ്ട ടൈമാണ്. നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവേണ്ട ഒരു സമയമാണ്. നിങ്ങളൊരു ഫാൻറ്റസി വേൾഡിൽ ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഡിവൈൻ നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവേണ്ട ഒരു സമയമാണ്. ഈ സമയം നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, ഒരു വെളിച്ചം വരണം, അല്ലെങ്കിൽ ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവണം. ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് എപ്പോഴും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന സോളുകളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഇൻറ്റ്യൂട്ടീവ്ലി ഗിഫ്റ്റഡ് ആയിട്ട് കുറേയധികം സ്വപ്നങ്ങൾ കിട്ടുന്നുണ്ട്. അതിലുപരി നിങ്ങൾക്ക് രാവിലെ ഒരുപാട് സ്വപ്നങ്ങൾ, പോസിറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ, ഒരുപാട് സൈനുകൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഭയങ്കരമായിട്ടും തരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഒറ്റപ്പെടുത്തലിൻ്റെ പീക്കിൽ കൊണ്ട് നിർത്തും ഈ സമയം. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിന് മേളിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തി കൊണ്ടിടും. കാരണം നിങ്ങളെ സോളുമായിട്ട് ഇന്നർ വോയിസുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഡിവൈൻ, നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തരുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണുന്നത്. ഏഞ്ചൽ ഗാർഡിയൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ലൂപ്പിൽ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നതിൽ ഒരുപാട് ആൾക്കാർ പല സിറ്റുവേഷനിൽ നിന്നാണ് വരുന്നത്. പല ഫാമിലി, പല കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, പല പ്രോബ്ലംസ് തരണം ചെയ്ത് വന്ന വ്യക്തികളാണ്. പക്ഷേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല എന്ന് തോന്നുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവിടെ നിൽക്കാൻ പാടില്ല. അത് മൂവ് ഓൺ ചെയ്ത് പോകണം എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്യുവറായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്ക് ആദ്യം കുറേ സക്സസ് ഉണ്ടായി, പിന്നെ ആ വ്യക്തി നിങ്ങളെ സക്സസ് എടുത്തുകൊണ്ട് പോയി, അങ്ങനെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും അതിലോട്ട് പോകാണ്ടിരിക്കുക. നിങ്ങളുടെ മൈൻഡിന് എന്താണോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് കുറേയധികം നെഗറ്റീവ് സൈൻ കിട്ടി നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി പോകാണ്ടിരിക്കുക. ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ കിട്ടുന്നൊരു എനർജി, ഈ കാർഡ് എന്ന് പറയുന്നത് തന്നെ എനർജി കാർഡ് ആണ്. എനർജി കാർഡ് എന്ന് പറയുന്നത് സ്പിരിറ്റ്, മൈൻഡ്, ബോഡി എനർജി കാർഡാണ്. ഒറാക്കിൾ എനർജി കാർഡാണിത്. അപ്പം ഒരുപാട് എനർജി എനിക്കിവിടെ സ്പ്രെഡായി കിട്ടുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരാൾക്ക് ഒരുപാട് സ്നേഹം കൊടുത്തു, ഒരുപാട് സ്നേഹം വാരിക്കോരി കൊടുത്തു. പക്ഷേ നിങ്ങൾ അവിടെ നിന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളവിടെ കൊടുക്കാനുള്ളത് എല്ലാം കൊടുത്തു. പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന വാല്യൂ നിങ്ങളെന്താണ്, നിങ്ങളിപ്പോഴും ചെറുതായിട്ടാണ് ആ വ്യക്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന പ്രണയത്തിനോ നിങ്ങൾ കൊടുക്കുന്ന ഒന്നിനും നിങ്ങൾക്കൊരു സ്ഥലത്തു നിന്ന് വാല്യൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂ കിട്ടുന്ന എന്തിനാണ്? നിങ്ങൾ ഓപ്പോസിറ്റ് ഒരു ത്രാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിങ്ങൾ പണമാണ് വെച്ചിരിക്കുന്നത്, ഇപ്പുറത്തെ നിങ്ങൾ പ്രണയമാണ് വെച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഏതിനാണ് വാല്യൂ കൊടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യണം. ആ തിങ്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന്. അത് റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും ഫിനാൻസ് ആയാലും എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ വെക്കുന്ന ത്രാസിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സാധനം എന്താണെന്നുള്ള വാല്യൂ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വേണം. നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരാൾ പ്രതീക്ഷിച്ചാണ് നിങ്ങളെന്ന് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിൽക്കാണ്ടിരിക്കുക. നിങ്ങളെന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈവൻ എന്താ പറയുക, ഫിസിക്കൽ അട്രാക്ഷൻ ആണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ പണമാണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലോ നിങ്ങളവിടെ നിൽക്കാണ്ടിരിക്കുക. കൂടെ നിർത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്ത് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വേണം. കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ച് ആ ഒരു സമയമാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ ആരും നിന്നില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഇവിടെ ഡിവൈൻ നിൽക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് പറയാൻ കാരണം, നിങ്ങളുടെ ലൈഫിലൊരു വാല്യൂ ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങളൊരു 100% നിങ്ങൾ 100% ഹാർഡ് വർക്ക് ചെയ്യുന്നു, 100% നിങ്ങൾ എന്തൊക്കെയോ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു, ഒരുപാട് പൈസ ഇറക്കുന്നു, ഒരുപാട് എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനൊന്നും നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നില്ല. നിങ്ങൾ പണ്ട് ചെയ്ത എന്തോ ഒരു നന്മ അല്ലെങ്കിൽ ആരുടെയൊക്കെ പ്രാർത്ഥന നിങ്ങളെ ഭയങ്കരമായിട്ടും പിടിച്ചു നിർത്തുന്നുണ്ട്. ആരുടെയൊക്കെ പ്രാർത്ഥന, സീരിയസ്ലി ആരുടെയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്, ആരുടെയൊക്കെ പ്രാർത്ഥന ഇത് നിങ്ങളെ പിടിച്ച് നിർത്തുന്നുണ്ട്. ചില സമയത്ത് നിങ്ങളെ എന്താ പറയുക, ഒരു ഈക്വൽ ഷെയറിൽ നിങ്ങളെ പിടിച്ച് നിർത്തുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മായാണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ഈ തുലാഭാരം നടത്തുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൻ്റെ ഇൻറ്റൻഷനാണ് ഏറ്റവും വലുത്. ആ മനസ്സിൻ്റെ ഇൻറ്റൻഷന് മേളിൽ ഓപ്പോസിറ്റ് അവൻ എത്ര കോടി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ മനസ്സ് പ്യുവറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. കാലചക്രം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വേണ്ടിയൊരു സമയം ഡിവൈൻ കൊണ്ട് വയ്ക്കും. അതിന് നിങ്ങൾക്ക് ഒരു മാറ്റവും വേണ്ട, ഒരു പേടിയും വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിങ്ങൾ മാക്സിമം നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ക്യാരക്ടറോ നിങ്ങളുടെ മൈൻഡോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അവിടെ നിങ്ങളുടെ വാല്യൂ കുറയും. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എത്ര വലിയ ഉയർന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെന്താണോ നിങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്നുള്ളതായിട്ടാണ് കാണാൻ വരുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി 50 വർഷം കൊണ്ട് 50 കോടി ഉണ്ടാക്കും. നിങ്ങൾ 100 വർഷം കൊണ്ട് 50 കോടി ഉണ്ടാക്കിയാൽ മതി. 100 വർഷം അവിടെ ജീവിക്കാൻ പറ്റൂലേ? ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ 50 വർഷം കൊണ്ടായിരിക്കും 50 കോടി ഉണ്ടാക്കട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ 100 വർഷം കൊണ്ട് 50 കോടി ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ആ 50 കോടിക്ക് 500 കോടിയുടെ വില ഉണ്ടാവും, 500 കോടിയുടെ അനുഭവങ്ങളുണ്ടാവും. അപ്പം രണ്ടിനും രണ്ട് വ്യത്യാസമുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം നിങ്ങളുടെ ചിന്തയ്ക്കുണ്ടാവുന്ന കാര്യങ്ങൾ എന്തെന്ന് പറയുമ്പോഴത്തേക്കും, ഈ സമയം നിങ്ങൾ ഒരുപാട് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. ഒരുപാട് സിഗ്നൽസ് നിങ്ങൾക്ക് വരാൻ വേണ്ടി തുടങ്ങും. യൂണിവേഴ്സലുമായിട്ട് കൂടുതൽ അടുക്കുന്നതിലുപരി തന്നെ സയൻസ്, ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി തുടങ്ങും. ഈവൻ ഡിവൈൻ അല്ലെങ്കിൽ എന്താ പറയുക,
നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ ചട്ടക്കൂട് നിങ്ങൾ പൊളിച്ചിറങ്ങും. ഒരുപാട് വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈവൻ നിങ്ങൾക്ക് എനർജി പരമായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. എന്തൊക്കെയോ ഒരു സിഗ്നേച്ചർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സിഗ്നേച്ചറുണ്ട്. ഒരാളുടെ ഒപ്പ് അല്ലെങ്കിൽ ഒരാളുടെ സൈൻ എന്ന് പറയുന്നത് അത് ആ വ്യക്തിക്ക് മാത്രം സ്വന്തമാണ്. അത് ഇട്ട് കൊടുത്താൽ മാത്രമേ മറ്റൊരാൾക്ക് അതിൽ കയറി കൈയടക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത് മറ്റൊരാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അവിടെ നിങ്ങളുടെ വാല്യൂ വേണം. നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമല്ലേ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ കണ്ടുപിടിക്കും ഉടനെ. നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങളുടെ ചോയ്സ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ഡിവൈൻസ് ആരാണ്, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് ആരാണ് എന്നൊക്കെ കുറിച്ചുള്ള ഒരുപാട് സൈൻ, ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള സ്പിരിച്വൽ ജേണിയിലൂടെ നിങ്ങൾ കടന്നു പോകും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരുന്നുണ്ട് പല സ്ഥലത്തു നിന്ന്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറം നിങ്ങൾക്ക് വൈബ്രേഷൻ കിട്ടാൻ തുടങ്ങും. നിങ്ങൾ ചിന്തിക്കുന്നതിലും ഉപരി നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ ഡിവൈൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായിരിക്കണം. എവിടെ നിന്നൊക്കെയോ നിങ്ങൾ വിചാരിക്കുന്നതിന് മേലെ നിങ്ങൾ അപ്ഗ്രേഡ് ആവാൻ വേണ്ടി തുടങ്ങും. പ്രോപ്പറായിട്ടുള്ളൊരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറാൻ തുടങ്ങും. നിങ്ങൾ പോസിറ്റീവ് ആവാൻ വേണ്ടി തുടങ്ങും. കുറേയധികം ആൾക്കാർ ചിന്തിച്ച് അതായത് ചെറിയ ലൂപ്പിൽ നിന്നും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. വലിയ ലൂപ്പിൽ നിന്നും ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ചെറിയ എന്താ പറയുക, നമ്മളുടെ മൈൻഡ് സെറ്റ് എന്താണോ, നമ്മളുടെ വാല്യൂ എന്താണോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരുപാട് സക്സസ് ഉണ്ടാകത്തുള്ളൂ. യെസ്, നിങ്ങളെ സംബന്ധിച്ച് ചിരിക്കാൻ പറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനെ സ്നേഹിക്കാൻ പറ്റുക, സംതിങ് ബെറ്റർ ആയിട്ടുള്ള ന്യൂ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ കൊണ്ട് തരാൻ പറ്റുന്ന എന്തൊക്കെയോ പുതിയ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഈവൻ എന്താ പറയുക, ഒരു വ്യക്തിയെ നോക്കി ചിരിക്കുന്നതായിരിക്കണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സോൾ ഭയങ്കരമായിട്ടും അവേക്കനിങ് ആവുന്നത്. നിങ്ങളുടെ സോൾ കൂടുതലും എക്സ്പ്രഷഡ് ആവുന്നുണ്ട്. എക്സ്പ്രഷൻ കാണി എന്തൊക്കെയോ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നിങ്ങളടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അത് പല സൈനുകൾ വഴിയായിരിക്കണം നിങ്ങളടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളൊന്ന് മാറ്റിയെടുക്കണം, നിങ്ങളൊന്ന് ചേഞ്ച് ആക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, അതെ എന്താ പറയുക, അതിന് നിങ്ങളുടെ ഓറ ഒന്ന് വർദ്ധിപ്പിക്കണം, നിങ്ങളെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളൊരു ബെറ്റർ ആയിട്ടൊരു പൊസിഷനിൽ കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പല സിറ്റുവേഷനിലും പല രീതിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സംതിങ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനിലോട്ട് നിങ്ങളെ കൊണ്ടുപോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ ഒരു സിറ്റുവേഷൻ പറയാമെന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ ഈ സമയം ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവവും നിങ്ങളടുത്തോട്ട് നിങ്ങളുടെ സോള് കൊണ്ട് തരും. കാരണം സോളിന് അങ്ങനത്തെ ഒരു പവറുണ്ട്. നമ്മൾ എന്ത് നമ്മുടെ സോളിനോട് ചോദിച്ചു കഴിഞ്ഞാലും ആ സോൾ നമ്മളുടെ ലൈഫിലോട്ട് കൊണ്ട് തരും. അതിനുള്ള അട്രാക്റ്റ് ചെയ്യാനുള്ള മാനിഫെസ്റ്റേഷൻ സ്കില്ല് നമ്മുടെ സോളിനുണ്ട്. അത് തന്നെയല്ലേ ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ. നമ്മുടെ സോളിൻ്റെ അടുത്ത് വിട്ട് നമ്മളെ സോളിനെ വെച്ച് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. എല്ലാവരും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, എനിക്കൊരു കുട്ടി ഉണ്ടായി ഞാൻ ആ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കണക്കിരിക്കും ആ കുട്ടിയുടെ സ്വഭാവം മാറുന്നത്. അവനെ ഞാൻ പാട്ട് പാടാൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കാൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ഡാൻസ് കളിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ് അല്ലേ. പക്ഷേ നമുക്ക് വേണ്ടി എന്തുണ്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നില്ല. നമ്മുടെ സോളിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. നമ്മുടെ സോളിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. ഓക്കെ, നമുക്കൊരു ഡോഗ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ മാത്രം ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നില്ല. അത് എന്തുകൊണ്ട്? നമ്മൾ ഡിപ്രഷനിലായിട്ട് ബാക്കിയുള്ളവരെ സെറ്റാക്കി എടുക്കുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറണം. അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്നും കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരുപാട് സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്.
നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്കൊരു പുതിയ വേൾഡ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ തരാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെച്ച് നീട്ടുന്നു എന്നുള്ളതായിട്ടാണ് ഈ ഒരു സമയം ഡിവൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സംതിങ് ന്യൂ, സംതിങ് ഫിഷ്യസ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ അധികം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുറേ അധികം ലൈഫ് പാത്ത് ഉള്ളതായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചുകൂടെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾ ചിരിക്കാൻ പഠിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ലൈഫ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു അവേക്കനിങ് സിറ്റുവേഷനാണ്. അവേക്കനിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പുതിയ പുതിയ സംതിങ്, ചെറിയൊരു കാര്യത്തിന് പോലും നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ചെറിയൊരു കാര്യത്തിന് പോലും നിങ്ങൾക്ക് വാല്യൂ കണ്ടെത്താൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറയുക റിയലൈസേഷൻ വരുന്നുണ്ട്, ചേഞ്ച് ആവണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക സംതിങ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, എന്താണ് ഏതാണ് സിറ്റുവേഷൻസ് എന്ന്. അത് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ നിങ്ങൾ ശ്രമിക്കുക, ആ ഒരു വേയിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക, പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ട് പോവുക, പുതിയ പുതിയ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുക, പുതിയ പുതിയ സംതിങ് ബെറ്റർ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഓറകളിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും മാക്സിമം ചിരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചുമ്മാ ഇരുന്ന് ചിരിക്കുക, ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഇരുന്ന് ചിരിക്കുക, ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഇരുന്ന് ചിരിക്കണം. അതായത് എന്താ പറയുക, നിങ്ങളുടെ സോളിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം, വേണമെങ്കിൽ ഭ്രാന്തനെ പോലെ അലയാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ സോളിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം. വെറുതെ ബസ്സിലൊന്നും പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കരുത്, പണി കിട്ടും. ഓക്കെ, ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും ഈ ഒരു ഭൂമിയിൽ 100 വർഷം തന്നിട്ട് നീ ഇങ്ങ് വെറുതെ വന്നോ, അല്ലെങ്കിൽ വെറുതെ വന്ന് നീ ജീവിച്ചു പോയിക്കോ, നിനക്ക് ഭാര്യ മക്കൾ സംഭവങ്ങളെല്ലാം ഞാൻ തന്നിട്ടുണ്ട്, അവിടെ കുറേ സംഭവങ്ങളുണ്ട്, പൈസ ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്, സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്, നീ പോയി പൊളിച്ചിട്ട് വാ, 100 വർഷം എൻജോയ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സോള് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവൻ ഇതെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവൾ ഇതെന്താണ് ചെയ്യുന്നത്. ഇവിടെ പേടിയുണ്ട്, കാമമുണ്ട്, എന്താ പറയുക എനർജി ഉണ്ട്, ദേഷ്യമുണ്ട്, എല്ലാ സംഭവമുണ്ട്, മറക്കാൻ പറ്റുന്ന ഇതുണ്ട്, എല്ലാം മറക്കാൻ പറ്റും, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഈ ലോകത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോളിനെ അവേക്കനിങ് ആക്കി എടുക്കുക എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ സ്വന്തം കഴിവുകൾ, നമ്മുടെ വാല്യൂ മനസ്സിലാക്കി നമ്മളുമായി കൂടുതൽ അടുത്ത് യോഗ, മെഡിറ്റേഷൻ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം നിങ്ങൾക്ക് കീഴിലാകും, നിങ്ങൾക്ക് ഡിപ്പെൻഡ് ആവും. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്. ഇത്രയും കാലം മറ്റുള്ളവർക്ക് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ഡിപ്പെൻഡ് ആവരുത്, ബാക്കിയുള്ളവർ നിങ്ങളെ ഡിപ്പെൻഡ് ആവണം. ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ, ഒരുപാട് ഇൻറ്റ്യൂഷൻസ്, അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു തരുന്നൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നിങ്ങളടുത്ത് നിങ്ങളുടെ സോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളടുത്ത് നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നു, പോസിറ്റീവ് മൈൻഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്നു, എല്ലാം പോസിറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഒരു കൂട്ടിലിട്ട തത്തമ്മേനെ കണക്ക് കിടക്കാണ്ട് പുറത്തിറങ്ങി കാര്യങ്ങളെല്ലാം ചെയ്തു പോകാൻ പറ്റുന്നു എന്ന് പറയുന്ന 7 ചക്രാസ്. ഈ 7 ചക്രാസും ഉണർത്തിയെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഉണർത്തിയെടുക്കാൻ വേണ്ടി നോക്കൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻസ് ചെയ്യുക, അതിന് വേണ്ടി യോഗാസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഓറ ക്ലെൻസ് ചെയ്യുക, നല്ല നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക, നല്ല നല്ല ഹെൽത്ത് കൂടുതലും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, ഓടാൻ പോവുക, ചാടാൻ പോവുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള ആൾക്കടുത്ത് മാത്രം സംസാരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സക്സസ്സിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ സ്പിരിറ്റ്, എനർജി, ബോഡി എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ പറ്റും. പിന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലുക്ക് മാറുന്നതും നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. ചുമ്മാ അങ്ങ് ട്രാൻസ്ഫോർമേഷൻ ആവും, നിങ്ങളുടെ ലുക്ക് മാറും, നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ ക്യാരക്ടർ മാറും, നിങ്ങളുടെ എല്ലാം മാറും. അങ്ങനെ മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വാല്യൂം കൂടും, നിങ്ങളുടെ കൂടെ ഒരുപാട് എനർജീസ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ അട്രാക്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാൻ പോലത്തുള്ള
ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വരും. കാറ്, ബൈക്ക്, അതായത് മെറ്റീരിയൽ ലൈഫും സ്പിരിച്വൽ ലൈഫും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അധികം ആൾക്കാരെ സംബന്ധിച്ച് അതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഓറയിലോട്ട് ആരെയും കയറാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്കെയർ ആവാണ്ടിരിക്കുക. ഹയർ സെൽഫിലോട്ട് കയറുക. ഹയർ സെൽഫ് എന്ന് പറയുന്നത് ഹയർ ആയിട്ടുള്ള എനർജി നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. ചെറിയ ചെറിയ എനർജി കോൺസെൻട്രേഷൻ ചെയ്താൽ ഹയർ ആയിട്ടുള്ള എനർജീസ് കോൺസെൻട്രേഷൻ ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇൻറ്റ്യൂട്ടീവ് എന്ന് പറയുന്നത് ദീർഘവീക്ഷണത്തിലുപരി നമ്മുടെ മൈൻഡിനെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുക. നമ്മളെ മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുക. നമ്മുടെ മൈൻഡ് എന്താണോ പറയുന്നത്, നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് എന്താണോ പറയുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ട് എന്താണോ ഡിവൈൻ കാണിച്ചു തരുന്നത്, അതുമാത്രം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് ആ ഒരു ലൂപ്പിലോട്ട് മാത്രം കയറി നമുക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്ത് കൂടുതൽ ഫോക്കസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആവും. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് ഇമോഷൻ ലോസിലൂടെ കടന്നു വരുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ ബാക്കിയുള്ളവരിൽ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരിൽ ഇൻഫ്ലുവൻസ് ആവുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ആവുന്നില്ല? നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവില്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ മനുഷ്യർ തന്നെയല്ലേ? നമ്മളെപ്പോലെ നിൽക്കുന്ന മനുഷ്യർ തന്നെയാണ് നിങ്ങളും. അല്ലെങ്കിൽ എല്ലാവരും, ഞാനും നിങ്ങളും ഈ ഭൂമിയിലുള്ള എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അപ്പം വില കുറച്ച് കാണാണ്ടിരിക്കുക. ആരെയും വില കുറച്ച് കാണാണ്ടിരിക്കുക. നിങ്ങളെയും വില കുറച്ച് കാണാണ്ടിരിക്കുക. എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്. നിങ്ങൾക്കും ആ കഴിവ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് പറ്റും. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബാഡ് എനർജിയിലോട്ട് നിങ്ങൾ കയറാണ്ടിരിക്കുക. നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംസാരം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവമുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ കാർമിക അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും മാറിപ്പോവുക എന്നുള്ള അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല. നിങ്ങൾ അവിടെ നിന്നും മാറിപ്പോകുക. കാരണം ചില ആൾക്കാരെ സംബന്ധിച്ച് അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ ഫ്രണ്ട്സ്, അതൊക്കെ ആയിരിക്കണം അവർക്ക് വലുത്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ എൻഗേജ്ഡ് ആവാൻ നിൽക്കരുത്. ആ ഒരു സിറ്റുവേഷനിൽ എൻഗേജ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളും അതുപോലെ ആയി മാറും. പക്ഷേ ഇമോഷണലി നിങ്ങൾ വീഴാണ്ടിരിക്കുക. ഇമോഷണലായിട്ടുള്ള ചില സിറ്റുവേഷൻസ്, ഇമോഷണലായിട്ടുള്ള ഡൗൺ ഫെയിലിയർ സിറ്റുവേഷനിൽ ഇമോഷണലായി പോകാണ്ടിരിക്കുക. ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് വിഷമിച്ച് ആ ഇമോഷനിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഇമോഷനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? അതിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ആ ഒരു ലൂപ്പിൽ നിന്നും സ്പോട്ടിന് പുറത്തിറങ്ങുക. ഇമോഷൻസ് ഒരു സിറ്റുവേഷൻ വരും, ഒരു ഡൗൺ ഫെയിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇമോഷണലായിട്ടിരുന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ട്? ഇമോഷണലി ഇരുന്നാൽ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഡൗൺ ഫെയിലിയർ ആയി നിങ്ങൾക്ക് തളർന്നു പോവും, ഐസൊലേറ്റഡ് ആയി പോവും. ഇമോഷണലി ഇരുന്ന് കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ആയി പോവും. ഇമോഷൻസിൽ എപ്പോഴും ഇരിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മടി, അതുപോലെ തന്നെ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഇമോഷൻ വീക്കാണ് നിങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, ക്ലെൻസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ക്ലെൻസ് ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജം കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ ധൈര്യം, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചും കൂടെ നിങ്ങളുടെ സിറ്റുവേഷനെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് കരുതാനുള്ള, സിമ്പിളായിട്ട് എന്താ വന്ന് പോയാൽ പോയി, അത്രയേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരാൾ വന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് വന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ സിറ്റുവേഷൻ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ആവും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രമേ വന്നിട്ടുള്ളൂ, പോസിറ്റീവ് വന്നിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾ എന്തുകൊണ്ട് സന്തോഷം മാത്രം നിങ്ങൾ നിലനിർത്താത്തത്, അല്ലെങ്കിൽ സന്തോഷം മാത്രം എന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങളുടെ നെഗറ്റീവ് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ ദൈവത്തിനടുത്ത്. എനിക്ക് എന്തുകൊണ്ട് ഇത്ര നെഗറ്റീവ് തന്നു? നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് 100 വർഷം ഇവിടെ തന്നതിന് നിങ്ങൾ എന്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നില്ല? നിങ്ങൾക്ക് നല്ല മകളെ, അല്ലെങ്കിൽ നല്ല മക്കളെ, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടായിരുന്ന സമയത്ത് നല്ലൊരു ജീവിതം തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനെന്തുകൊണ്ട് നിങ്ങൾ നന്ദി പറയുന്നില്ല? എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു വിധി തന്നു എന്ന് മാത്രം പറയാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കരുത്. എപ്പോഴും ലോ എനർജിയിൽ നിന്ന് ദൈവത്തിനെ വിളിക്കരുത് പ്ലീസ്. അത് കാലചക്രം മാറിക്കിടക്കുമ്പോൾ ദൈവം നിങ്ങളെയും അത് പണി തരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം അതും കൂടെ ഹാപ്പിനെസ് ആയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഷെയർ ചെയ്യൂ. കിട്ടുന്ന നെഗറ്റീവ് മാത്രം വിളിച്ചെന്നിട്ട് ദൈവം എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് മാത്രം തന്നു എന്ന് പറയരുത്. അപ്പം ദൈവം ചിന്തിക്കും, ഈ കാലമാടൻ അല്ലെങ്കിൽ കാലമാടത്തിന് ഞാൻ എന്തോരം നല്ലത് കൊടുത്ത്, അതെന്ത് അവൾ പറയാത്തല്ലേ, അവൻ പറയാത്തത്? എല്ലാ നെഗറ്റീവും എൻ്റെ തലമണ്ടയ്ക്ക്. ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നതും നീ, എല്ലാ കാര്യങ്ങളും വരുത്തുന്നത്. ഞാൻ ആ റിലേഷൻഷിപ്പ് വന്നപ്പോഴേ 10 തവണ പറഞ്ഞു, ആ വേണ്ട, അല്ലെങ്കിൽ വേണ്ട, വേണ്ട, എല്ലാം സെറ്റാവും എന്നും പറഞ്ഞിട്ട് ഇമോഷൻ ലൂപ്പിൽ വീണ്.
ഇടേ ഈ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെടുക്കുന്ന ഡിസിഷൻ, നിങ്ങളെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി നോക്ക്. എനിക്കത് മാത്രമേ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. അപ്പം എനർജി ബേസിൽ വെച്ച് നോക്കുന്ന റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എല്ലാം ഇമോഷണൽ ലൂപ്പിൽ മാത്രം മാക്സിമം വീഴാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇമോഷണലായിട്ടുള്ള സംഭവങ്ങളിൽ വീണ് ഐസൊലേറ്റഡ് ആയി പോവാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചുമ്മാ ബ്രേക്കപ്പായി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി പലരും ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെയും ആ ചിന്തയിലോട്ട് തന്നെ പോകാണ്ടിരിക്കുക. മനസ്സിലാവണ്ടേ? ഇമോഷണൽ ലൂപ്പിൽ വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ഐസൊലേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മടി പിടിച്ച് അങ്ങനെ അപ്പം തന്നെ വീട്ടിൽ പോരും. ആ ഒരു 5 ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ മടി പിടിച്ചു പോകും. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ വീഴാണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഹാപ്പിനെസ് അതിനുവേണ്ടി പ്രവർത്തിക്കുക. പിന്നെ സമയമാകുന്ന സമയത്ത് എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ. അടുത്ത വീഡിയോയിലോട്ട് കാണാം. വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി എങ്കിലും ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ബൈ. ടാറ്റ, സീ യു.